ഞാനും പിള്ളേരും മാത്രമുള്ള ചില ദിവസങ്ങൾ ഞാൻ ഇതുപോലത്തെ ചോറൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കറി വെക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചോറൊക്കെ വെക്കും. ഇതിന് കറിയുടെ ആവശ്യമില്ല, നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാം. പിന്നെ കൂടെ ചെറിയ അച്ചാറോ അല്ലെങ്കിൽ സാലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. തക്കാളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മസാലപ്പൊടിയും മാത്രം മതിയേ. വേറെ അധിക സാധനങ്ങളൊന്നും വേണ്ട. ഇന്ന് ഞാൻ നെയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ കറുവാപ്പട്ട ഏലക്കയും ഗ്രാമ്പും എല്ലാം കൂടി ഇടും. അത് ഒന്ന് ചെറിയതായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേനും സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. വഴണ്ട് വരുമ്പോഴത്തേനും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുവേ. പിന്നെ തക്കാളിക്ക ചേർത്ത് അതും കുറച്ച് വഴണ്ട് വരുമ്പോഴത്തേന് മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും. മഞ്ഞൾപ്പൊടി ഞാൻ ആ ചോറിനൊരു ചെറിയ കളറ് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നമ്മുടെ തക്കാളി ചോറ് ഉണ്ടാക്കുന്ന അതേപടി തന്നെയാണ്. ബിരിയാണി റൈസിന് പകരമായിട്ട് പച്ചരിയാണെന്നേ ഉള്ളൂ. പച്ചരി ഇട്ട് കഴിയുമ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി വെന്ത് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. പച്ചരിയല്ലേ, അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് ഞാനത്. തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ കുക്കറങ്ങ് അടച്ച് വെക്കും, വിസിലിടും. വിസിലൊരു 3 വിസിലടുപ്പിക്കും. അത് കഴിയുമ്പോഴത്തേനും നിർത്തി വെക്കും. പിന്നെ അതിൻ്റെ എയറിലിരുന്നതങ്ങ് വേകുമല്ലോ. ഇത് ചില ദിവസം സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തൊക്കെ വിടും. ഇത് നല്ലതാണ് കഴിക്കാൻ വേണ്ടി. കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും.